കാലചക്രം ഇത്ര വേഗം കറങ്ങുമെന്നും പിന്നാലെ സർക്കാരിന്റെ പതനം സംഭവിക്കുമെന്നും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി കരുതിയിരിക്കാനില്ല. എന്നാൽ ഭരണമാറ്റം സംഭവിക്കുകയും ജഗൻ ഏറ്റവും അധികം വെറുപ്പിച്ച TDPയും ചന്ദ്രബാബു നായിഡുവും അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. ജയിലിൽ അടയ്ക്കുകയും നരകയാതന അനുഭവിപ്പിക്കുകയും ചെയ്ത ജഗനോട് അടുത്തെങ്ങും ക്ഷമിക്കാൻ ചന്ദ്രബാബു നായിഡുവിന് സാധിക്കില്ല എന്നത് ഉറപ്പാണ്. അവസരം വരുമ്പോൾ ആഞ്ഞടിക്കുമെന്നും ആ അടി ജഗൻ താങ്ങില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ താഴെ വീഴാതെ കാത്തു സംരക്ഷിക്കുന്ന പാർട്ടി കൂടിയായ TDP മാറിയതോടെ ആവശ്യമെങ്കിൽ ED അടക്കമിറക്കി ജഗനെ പൂട്ടാനുള്ള കൽപ്പിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനുണ്ട്. എന്തായാലും ആന്ധ്രയെ ഇപ്പോൾ പിടിച്ചുകുലുക്കുന്നത് ഒരു ബംഗ്ലാവ് വിവാദമാണ്. വിശാഖപട്ടണത്ത് ഹെൽപ്പ് ടോപ്പ് പാലസ് എന്ന പേരിൽ 500 കോടി രൂപ വിലമതിപ്പ് കണക്കാക്കുന്ന ബംഗ്ലാവ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തന്റെ ക്യാമ്പ് ഓഫീസും ഔദ്യോഗിക വസതിക്കുമായി നിർമ്മിച്ചതാണെന്ന ആരോപണങ്ങളുമായിട്ടാണ് TDP രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ആഡംബര ഫർണിച്ചറുകളുള്ള റിസോർട്ട് മോഡൽ വസതി ഉണ്ടാക്കിയ ജഗനെ ഫർണിച്ചർ ചോർ എന്നാണ് TDP നേതാക്കൾ ഇപ്പോൾ കളിയാക്കി വിളിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഈ ധൂർത്ത് നടത്തിയതെന്ന പ്രചാരണമാണ് TDP നേതാക്കൾ നടത്തുന്നത്. ഇത് 2019 നടന്ന സമാനമായ ഒരു സംഭവത്തിന്റെ പകരം വീട്ടൽ കൂടിയാണ് ഇപ്പോൾ TDP നടത്തുന്നതും. അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നിരുന്നു. TDP നേതാവും അന്നത്തെ നിയമസഭാ സ്പീക്കറുമായിരുന്ന കൊഡാല ശിവപ്രസാദ് റാവുവിനെതിരായി YSR കോൺഗ്രസ് സമാനമായ ആരോപണം ഉന്നയിച്ച് രംഗത്തേക്കെത്തി. അന്ന് റാവുവിനെതിരെ നിരന്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നാലെ ഫർണിച്ചർ ചോർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ആക്ഷേപം അതിരുവിട്ടതോടെ 2019 സെപ്റ്റംബറിൽ കൊഡാല ശിവപ്രസാദ് റാവു ആത്മഹത്യ ചെയ്തതോടെയാണ് വിവാദം കെട്ടടങ്ങിയത്. ആത്മഹത്യ വ്യാജ ആരോപണങ്ങളുടെ ഭാഗമായാണ് എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ അതിശക്തമായെന്ന് TDP രംഗത്തേക്കെത്തിയിരുന്നു. അന്ന് ജഗൻ ഉയർത്തിയ ചില ചോദ്യങ്ങൾക്ക് സമാനമായി ഇപ്പോൾ ജഗനെ പരിഹസിച്ചുകൊണ്ട് ഫർണിച്ചറുകൾ എപ്പോൾ തിരിച്ചേൽപ്പിക്കും എന്ന് ചോദിച്ച് IT മന്ത്രി നാരാ ലോകേഷും രംഗത്തേക്കെത്തിയിട്ടുണ്ട്. വിശാഖപട്ടണത്തെ ഋഷികൊണ്ട മലനിരകളിൽ സർക്കാർ ചെലവിൽ ജഗൻ പണി കഴിപ്പിച്ച 7 കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന സമുച്ചയമാണ് വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു VVIP ഗസ്റ്റ് ഹൗസ് എന്ന രീതിയിൽ പണിതാണെന്നും പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവർക്ക് സംസ്ഥാന സന്ദർശനം നടത്തുമ്പോൾ താമസിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ മാറ്റുക എന്നതായിരുന്നു ഉദ്ദേശമെന്നും YSRPC നേരത്തെ തന്നെ വിശദീകരണമായി പറയുന്നുണ്ട്. ഈ കെട്ടിടം ചന്ദ്രബാബു നായിഡുവിന്റെ സർക്കാർ ഇനി എന്തു ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നായി നിൽക്കുന്നത്. അന്വേഷണം നടത്തുമെന്നും ന്യായപരമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി നാരാ ലോകേഷ് അറിയിച്ചിരുന്നു. നേരത്തെ ജഗൻ ഭരണത്തിൽ വന്നപ്പോൾ പ്രജാവേദിക എന്ന പേരിൽ ചന്ദ്രബാബു നായിഡുവിന്റെ വീടിനകത്തുണ്ടായിരുന്ന സർക്കാരിന്റെ ചെലവിൽ നിർമ്മിച്ച ഓഡിറ്റോറിയവും പൊളിച്ചു കളഞ്ഞിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ വീടിനടുത്ത് ഇപ്പോഴും കാണാൻ സാധിക്കും. മോശം സമയത്തെ ഓർമ്മകൾ മറയ്ക്കാതെ ആഞ്ഞടിക്കാനുള്ള വഴികൾ തേടുന്ന നായിഡുവിന് ഊർജം സമ്മാനിക്കുന്ന മരുന്നായിട്ടാണ് ആ അവശിഷ്ടങ്ങളെ കാണുന്നത്.